ജാബിറും വലിയ ഉസ്താദടക്കമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ നേതാക്കന്മാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാനായ ഉസ്താദവറുകളോട് കൂടെ സ്വർഗലോകത്ത് ഒത്തുകൂടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മഹാസിനികളുടെ പ്രതിഫലങ്ങൾ ഈ നിമിഷം തന്നെ ഉസ്താദിന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാ നിലക്കുമുള്ള നഈമുകളെ കൊണ്ട് ഖബറിനെ അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. ദീർഘമായ ഒരു സംസാരം ആവശ്യമില്ലാത്ത വിധം ഇവിടെ ബഹുമാന്യരായ ഉസ്താദ് അവർകളുടെ മഹാസിനികൾ കൊണ്ട് ഈ മജ്‌ലിസ് പ്രൗഢമായിരിക്കുകയാണ്. നമ്മൾ ഉസ്താദിനെ അനുസ്മരിക്കുന്നത് ഉസ്താദിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ആ നന്മകൾ ഭൂമിയിലുള്ള ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറയുന്നതിന്റെ തോതനുസരിച്ച് മഹാനവറുകളുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണ്. അതോടൊപ്പം ഇതൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്കും ഒരു മരണം വരാനുണ്ട്. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആ മരണത്തിന് ശേഷം നമ്മളെ കുറിച്ചും ആളുകൾ ഇതുപോലെ മഹാസനികൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിലേക്കുള്ള ഒരു സഞ്ചാര വഴി നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് ഒരുക്കണം എന്നതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സംബന്ധിച്ചിടത്തോളം, ഉസ്താദ് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഈ മഹല്ലിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒന്നാമത്തെ ഭവനം ആലത്തിയിലായിരുന്നു. രണ്ടാമത്തെ ഭവനമാണ് ഉസ്താദിന്റെ ആനക്കരയിലെ ഭവനം. തന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ചെലവഴിച്ചത് ഈ നാട്ടിലാണ്. ഇമാം എന്ന വാക്കിന്റെ അറബിയിലുള്ള അർത്ഥം തന്നെ തുടരപ്പെടുന്ന ആളെന്നാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മിഹ്റാബിലെ ഇമാം മാത്രമായിരുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അവരുടെ ഏത് ആവശ്യങ്ങളുടെ പുറകിലും അതിനവർക്ക് മാതൃകയായി തുടരാൻ ഉസ്താദ് എപ്പോഴും മുമ്പിലുണ്ടായിരുന്നു എന്നതാണ്. ഇമാം എന്ന പദത്തെ ഈ മഹല്ലുകാരുടെ ഖൽബിൽ, ആ പദത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമാക്കി മാറ്റാൻ ഉസ്താദിന് സാധ്യമായി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഉസ്താദ് ഈ മഹല്ലിൽ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുകയായിരുന്നില്ല. ഈ മഹല്ലിൽ ചെലവഴിക്കുന്ന സമയത്തെ ഉസ്താദ് ആസ്വദിക്കുകയായിരുന്നു പതിവ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുക എന്ന പദം ഒരിക്കലും യോജിക്കുന്നതല്ല. ഉസ്താദ് ആസ്വദിച്ച് നിങ്ങൾക്കിടയിൽ ജീവിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം ജുമുഅക്ക് വരുന്ന സമയത്തൊക്കെ ഉസ്താദിന്റെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരാറാണ് പതിവ്. വ്യക്തിപരമായ ഒരു പക്ഷെ നമുക്കൊക്കെ അത്തരം ഒരു ശാരീരിക അവശതയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കൂല പള്ളിയിൽ പോകണമെന്ന്. ഉദറുള്ള മനുഷ്യനാണ്. പള്ളിയിൽ പോകൽ നിർബന്ധമില്ലാത്ത ഉദറുള്ള മനുഷ്യനാണ്. പക്ഷെ ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിന്റെ മുമ്പിലേക്ക് വണ്ടി കയറ്റിയിട്ട് ഉസ്താദിന് 2 അടി നടക്കാൻ പാകത്തിൽ വണ്ടി സൈഡാക്കി കൊടുക്കലാണ്. എന്നാലും വേച്ച് അവശതയോടുകൂടിയാണ് ഉസ്താദിന് നടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വണ്ടിയിലേക്ക് കയറിയിരുന്ന് ആദ്യ സമയത്തൊന്നും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് ഉസ്താദുമായിട്ട് ഒരുമിച്ച് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഓരോ ആഴ്ചയിലും ആലത്തിയൂർ മഹല്ലിന്റെ പഴയകാല പ്രതാപത്തിന്റെ കഥകളും കാരണവന്മാരെ പറ്റിയും ഇവിടെ പൂക്കോയത്തങ്ങൾ വന്നതും ഒട്ടുമൽ ഉസ്താദ് വന്നതും ഒട്ടുമൽ ഉസ്താദിന്റെ അടുക്കൽ പോയി ഫത്വ ചോദിച്ചിരുന്നതും തുടങ്ങി ഓരോ കഥകൾ ഓരോ ആഴ്ചയിലും പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കാരണവന്മാരെ അറിയുക പോലുമില്ല. പക്ഷെ ഓരോരുത്തരെ കുറിച്ചും പേരുകൾ പറഞ്ഞ് പഴയകാലത്തെ കഥയും ഉസ്താദ് ഇവിടെ ദർസ് നടത്തിയിരുന്ന കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളും പിന്നീട് ഓരോ കാലഘട്ടത്തിലെ അനുഭവങ്ങളും ഈ മഹലിന്റെ ചിത്രം ഓരോ യാത്രയിലുടനീളം ഇതിന്റെ പ്രതാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ഉസ്താദിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ആനക്കരയിൽ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറെ പള്ളികളുടെ മുമ്പിലൂടെയാണ് വരിക.
ഏത് ജുമാഅത്ത് പള്ളിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലും അവിടെയുള്ള ഖബറാളികൾക്ക് മുഴുവൻ ഉസ്താദ് സലാം പറയും. ആനക്കരയിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ ചേകനൂർ, അതുപോലെ മാണൂർ, പിന്നെ ഇങ്ങനെ കാലടി, പിന്നെ അതുപോലെ ഈ വരുന്ന വഴിയിലൊക്കെയുള്ള പള്ളികളുടെ പരിസരത്തൊക്കെ ഉസ്താദ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമാണ് അത്തരം ആളുകളെ കണ്ടിട്ടുള്ളൂ. മഹാനായ ഷെയ്ഖുൽ ജാമിയ കാലിക്കുട്ടി ഉസ്താദ് ഏത് ഒരു സ്ഥലത്തുകൂടെ യാത്ര പോവുകയാണെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഫാത്തിഹ ഓതിയിട്ടാണ് യാത്ര തുടരാറുള്ളത്. ഞാനിങ്ങനെ ഒരിക്കൽ ആലോചിച്ചു പോയി, ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച ജുമുഅയുടെ സമയമാകുമ്പോൾ അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാകും ഉസ്താദിന്റെ ഒരു സലാമിന്. അങ്ങനെ സലാം ചൊല്ലി ഫാത്തിഹ ഓതി അവർക്കുള്ള ദുആക്ക് നടത്തിയിട്ട് ഇങ്ങനെ പോരുകയാണ്. ആ അരമണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ദിക്റും ഔറാദും പല ഘട്ടങ്ങളിൽ നേരത്തെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റൂമിലിരുന്നിട്ട് വീണ്ടും ഉസ്താദിന്റെ കയ്യിലുള്ള ചെറിയ ഏടിയിലുള്ള ദിക്ർ ഔറാദുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുഗ്യനായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ക്വാളിറ്റികൾ എന്താണോ ആ ക്വാളിറ്റികളെ മുഴുവനും തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉസ്താദ് ഒരു മുസ്തജാബ് ദഅവയാണ്, ദുആക്ക് ഉത്തരം കിട്ടിയ ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ ഈ മഹലിലെ പല ആളുകൾക്കും അത്തരം അനുഭവം ഉണ്ടാവും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ ദുആഇന്റെ സമറത്ത് ജീവിതത്തിൽ അനുഭവിച്ച കാര്യം. ഒരിക്കലും നടക്കൂല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ വരെ മനസ്സിലുണ്ടായ മാറ്റം പോലും ഉസ്താദിന്റെ ദുആ ബറക്കത്ത് കൊണ്ടാണ് എന്ന് ഈ മഹലിലെ ആളുകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. മുസ്തജാബ് ദഅവയായി. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഉസ്താദിനെ വാഹനത്തിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇതൊരു അവസരമായി ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. കാരണം ഇബാദത്തിലല്ലാതെ ഒരു ജീവിതമില്ല. പിന്നെ ദീൻ പഠിപ്പിക്കുന്നതായിരുന്നു പതിറ്റാണ്ടുകൾ, പിന്നെ ഇബാദത്താണ്, പിന്നെ ദിക്റാണ്. കഴിഞ്ഞ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് വന്ന സമയത്ത് ആ സമയം മുതലാണ് ഉസ്താദിന് മാനസികമായിട്ട് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. പെരുന്നാളാണെന്ന് കരുതിയിട്ടാണെന്ന് വരുന്നത്. പുതിയ വസ്ത്രം കിട്ടുന്നത്. ആ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് റഹ്മാനെ നിങ്ങൾ ഓരോരുത്തരെ കാണുമ്പോഴും ഉസ്താദ് കരയാൻ. അന്നിങ്ങനെ റൂമിൽ വന്ന് നിന്നിട്ട് കുറെ നേരം മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഓരോരുത്തരെയും ഒരുപാട് നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദിനെ കൊണ്ടുപോകണം, മക്കൾക്കും മരുമകനൊക്കെ ഉസ്താദിനെ കൊണ്ടുപോകണം. ഉസ്താദ് പോണില്ല, ഉസ്താദ് നിൽക്കുകയാണ്. പോയില്ലെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേൽക്കും, ആ വാതിൽക്ക് കുറെ നേരം നിൽക്കും. അവസാന സമയത്ത് ഉസ്താദിന് മൂത്ര സംബന്ധമായ ചില ശങ്കയുണ്ടായിരുന്നു. പലപ്പോഴും വീട്ടിൽ നിന്ന് ഒരിക്കലും പള്ളിയിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ അവസാന സമയത്ത് എന്നോട് മക്കൾ പറയും, പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ പോയിക്കോളൂ, ഉപ്പ ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഞാനിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഉസ്താദ് തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള ഉസ്താദിനെ അറിയില്ലല്ലോ. ഒന്നും പറഞ്ഞാൽ പോലും പറയണ വാക്കുകളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് ചിലപ്പോൾ എന്റെ ജ്യേഷ്ഠനോട് പറയുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കരുതി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ വെള്ളിയാഴ്ച ആയാലും എങ്ങനെയെന്ന് അറിയില്ല, ആ സമയവും പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വയ്യാതായിട്ട് പിന്നെ പള്ളിയിലേക്ക് വരാൻ നിർത്തിയതിനു ശേഷം ഒരു ദിവസം പെട്ടെന്ന് 10:30 മണിക്ക് എനിക്ക് വിളിക്കണം. ഉസ്താദിന്റെ നമ്പർ എനിക്ക് വിളിച്ചിട്ട് എപ്പോഴാ പോണത്? ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെന്നപ്പോ മക്കൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, എന്നെ വിളിച്ചത് ഇതുപോലെ അറിയാൻ. ഇത് എങ്ങനെ വെള്ളിയാഴ്ച ആയിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് സംസാരം പോലും ക്ലിയർ അല്ല. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ നമ്പർ എടുത്തിട്ട് പോലും ആരും അറിയാതെ എനിക്ക് വിളിച്ചിരുന്നു. പിന്നെ അവർ ഫോൺ എടുത്ത് വെച്ചിട്ട് വിളിക്കാതെ ആയി. അങ്ങനെ 2 ആഴ്ച പിന്നെ ആ സമയമായപ്പോൾ സ്ഥലങ്ങളുടെ എത്തണം. അൽബ് കൊണ്ട് അത്രയും മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, അൽബ് കൊണ്ട് ബന്ധിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ പരിചയപ്പെടുന്നത് കാണാം. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നാലിന്റെ പ്രദേശത്തെ ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുകയും. ഈ പ്രപഞ്ചം മുഴുവൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹദീസിൽ പിന്നെ പറയുന്നത് യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ് എന്നാണ്. ഭൂമിയിൽ ആ മനുഷ്യന് സ്വീകാര്യതയെ ഉണ്ടാക്കി കൊടുക്കും. ഒരു മനുഷ്യന് ഭൂമിയിൽ സ്വീകാര്യത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. നല്ല ചന്തമുള്ള വർത്താനം പറഞ്ഞാലും കിട്ടൂല, നല്ല ഭംഗിയുണ്ടായാലും കിട്ടൂല. അത് അല്ലാഹു തആല കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ മഹല്ലിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ 76 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ താൻ ബന്ധപ്പെട്ട മനുഷ്യരുടെ കൽബിൽ മുഴുവനും ഒരു കുളിരായി നിൽക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാന്ന് പറഞ്ഞാൽ
അത് അംബിയാന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഭൂമിയിൽ അള്ളാഹു തആല ഒരു സ്വീകാര്യത കൊടുത്തൊരു മനുഷ്യനാണ്. എല്ലാവർക്കിടയിലും സ്വീകാര്യം, ഒരാൾക്കും പരാതികളില്ല, ഒരാൾക്കും പരിഭവങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്നലെ ആനക്കര മഹലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു ജനം തടിച്ചുകൂടിയിട്ടില്ല. എല്ലാവരും അതിശയം പറയുന്നു, ഒരു നാട് എങ്ങനെയാണ് ഉസ്താദിനെ നെഞ്ചേറ്റിയത് എന്ന്. ആനക്കരയുള്ളവർക്ക് നേരത്തെ ഒരു പറച്ചിലാണ്, കുഞ്ഞുലിയൊരു മാലത്തിയൊരു മഹലും എന്നുള്ളത് ആ നാട്ടുകാർക്ക് ഒരു പറച്ചിലാണ്. അത്രയും ഞങ്ങളുടെ മഹല് സത്യത്തിൽ പറഞ്ഞാൽ അതിശയപ്പെട്ടു പോയി ഈ നാടുമായിട്ട് ഉസ്താദിനുള്ള ഒരു ബന്ധത്തെ. ഉറ്റവരും ഉടയവരുമെല്ലാം കരയുന്നത്, പൊട്ടിക്കരയുന്നത് ഈ നാട്ടിലെ ഉസ്താദിനെ അനുഭവിച്ച മനുഷ്യര്. അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാന്ന് പറയാൻ കൊതിക്കുന്ന ജീവിതം, കൊതിക്കുന്ന മരണം. ഈ അവസാന സമയത്ത് പലപ്പോഴും സ്വബോധം പോലും നഷ്ടപ്പെട്ട് എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷകൾ കൈവിടുന്ന അവസാനത്തെ ദിവസങ്ങൾ, ആ ദിവസത്തിൽ എല്ലാം നിലച്ചു പോകുന്നു എന്ന് കരുതപ്പെടുന്ന സമയത്തും ഷാഫി മാഷ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അടുത്ത് ചെന്നിട്ട് അവർ ഉസ്താദിന് തഹ്ലീൽ ചൊല്ലിക്കൊടുക്കുമ്പോൾ ചൊല്ലാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ആ മരണം ഞങ്ങൾക്കൊക്കെ ഇനി നൽകണം റഹ്മാനെ. മഹാനായ ശൈഖുൽ മർഹൂം കോയക്കുട്ടി ഉസ്താദ് അവസാന സമയത്ത് നാവ് പോലും മനക്കാൻ കഴിയാത്ത സമയമായിരുന്നു. പക്ഷെ അവസാന സമയത്ത് കലിമ ചൊല്ലിയാണ് 3 തവണ. ഹദീസുകളിൽ കാണാം, ആരോഗ്യമുള്ള മനുഷ്യർക്കാണെങ്കിൽ പോലും ആ സമയത്ത് നാവിന് കെട്ടുവിടുന്ന, നാവ് അനക്കാൻ കഴിയില്ല. ആരോഗ്യമൊക്കെ ക്ഷയിച്ച് സ്വബോധം പോലും നഷ്ടപ്പെട്ട സമയത്ത് പോലും തഹ്ലീൽ ചൊല്ലുമ്പോൾ അത് കേൾക്കാനും അതിനനുസരിച്ച് നാവ് ചലിപ്പിക്കാനും കഴിയാന്ന് പറഞ്ഞാൽ അത്തരം മനുഷ്യരുടെ ജീവിതം അവർ ദിക്റിലായി ജീവിച്ചു എന്ന കാരണം കൊണ്ട് അള്ളാഹു നൽകുകയാണ്. അങ്ങനെ കൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് മുഖറബായതിന്റെ ഉത്തരം അള്ളാഹു തആല മരണം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഏതാണ് നല്ല വഴി എന്ന് കാണിച്ചു കൊടുക്കണം. അള്ളാഹു വഴി തുടരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുടുംബത്തോട് വലിയ സ്നേഹം, എന്തൊരു വാത്സല്യമാണ്. എന്നോട് തന്നെ, ഇത്ര പ്രായമുള്ള ആളാണ്, എന്നോട് തന്നെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ ഘടകങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് യാത്രയിൽ. അവരുടെ മഹാസിനുകൾ, അവരുടെ നന്മകൾ, അവരുടെ ഇബാദത്തിനെ പറ്റി ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ, ഒരു നല്ല മുഅ്മിനായ മനുഷ്യന് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈമാനോടെ ജീവിക്കാൻ. നബി സല്ലല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അയാളെ ഈമാനു വേണ്ടി വിട്ടുകൊടുക്കുക, ഈമാനു വേണ്ടി അയാളെ പകരം വിൽക്കുക, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണെന്നാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ജീവിതത്തിൽ അള്ളാന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ആ ഒരു പ്രയോഗം ഉസ്താദിന്റെ ജീവിതത്തിൽ അപ്രർത്ഥമായി. അള്ളാഹു തആല മഹാനവറുകളുടെ ജീവിതത്തിന്റെ വഴിയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ അർത്ഥത്തിലും മഹാനവറുകളുടെ ദർജയെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഈ കാലമത്രയും നമ്മുടെ ഈ നാട്ടിൽ 3 തലമുറയുടെ ദീനിന്റെ, ഈമാനിന്റെ, ശരീഅത്തിന്റെ, ജീവിതത്തിന്റെ എല്ലാ പേറ്റന്റും റോയൽറ്റിയും ബഹുമാനപ്പെട്ട ഉസ്താദിന് അവകാശപ്പെട്ടതാണ്. ഈ മഹലിൽ ആയിരക്കണക്കിന് മനുഷ്യർ, ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് പോയ ആയിരക്കണക്കിന് മനുഷ്യർ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തിന്റെയും സമറത്ത് ആ ഖബറിലേക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ജാരിയായ സുദഖയായി തലമുറകൾ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. ഉസ്താദില്ലാത്ത ആലത്തീർ എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണ്. ആ ശൂന്യതക്ക് അള്ളാഹു ഖൈറായ സലഫിന് അള്ളാഹു പകരം നൽകട്ടെ. ഉസ്താദ് എങ്ങനെയാണോ ഈ നാട് ഉസ്താദിന്റെ തണലിൽ ഒരുമയോടെ മുന്നോട്ട് പോയതെങ്കിൽ ആ തണൽ അള്ളാഹു മരണശേഷവും നമുക്ക് നിലനിർത്തി തരട്ടെ. ആ തണലിലായി ഒരുമയോടെ, ഐക്യത്തോടെ എന്ത് പറയുമ്പോഴും എന്ത് വിഷയങ്ങൾ വരുമ്പോഴും ചെറിയ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെയായിരുന്നു എന്ന നിലയിൽ ആ കെട്ടുറപ്പിന്റെ ഭദ്രത ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മുടെ ഈ മഹലിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ഉസ്താദ് അവരുടെ ആ മദദും മഹാന്മാരായ നമ്മുടെ ഈ നാടിന് കഴിഞ്ഞ കാലങ്ങളിൽ സേവനം ചെയ്യുന്ന ആളുകളുടെയൊക്കെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അവരുടെയൊക്കെ തണലിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം.